ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭയിൽ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു വിശുദ്ധയുടെ ജീവിതാദർശവും ജീവിത മുദ്രാവാക്യവും. ഇന്നത്തെ സുവിശേഷത്തിൽ മലയിലേക്ക് കയറിപ്പോവുകയും അവിടെ പ്രാർത്ഥനയിൽ കഴിയുകയും ആ നിമിഷം രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കർത്താവ് മിശിഹായെക്കുറിച്ചാണ് നാം കേൾക്കുക. കർത്താവിനോട് കൂടെ 3 ശിഷ്യന്മാരും കൂടി പോകുന്നുണ്ടായിരുന്നു. യാക്കോബും യോഹന്നാനും പത്രോസും. 3 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരിക. പിതാവായ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ സഹവസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന, മാനസാന്തരപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകും. നമ്മുടെ ജീവിതങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രാർത്ഥന, ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനോ, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി, വിശുദ്ധിയോടുകൂടി, വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുവാനോ നമ്മളൊക്കെ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അതോടുകൂടി തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. അനുദിനം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മളൊക്കെ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന ക്ലേശങ്ങൾ, പ്രലോഭനങ്ങളെയൊക്കെ ദൂരീകരിക്കാനായിട്ട്, വെറുത്തുപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അനുദിനം ദൈവസന്നിധിയിൽ വന്നിരുന്നു കൊണ്ട് ആ തിരുക്കുരിശിലേക്ക് നോക്കി അവിടുത്തെ തിരുമുഖം ധ്യാനിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ? എങ്കിൽ ഒരു തരത്തിലുള്ള ദുഷ്ടശക്തിക്കും തിന്മയുടെ മേഖലകൾക്കും നമ്മിൽ അതീശത്വം പുലർത്താനായിട്ട് സാധിക്കില്ല, നമ്മെ ഭരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കർത്താവ് യേശു മിശിഹ 12 പേരെയും തന്നോട് കൂടി ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി അവിടത്തോടു കൂടെ സഹവസിക്കാനുള്ള വിളിയാണ്. നമുക്കൊക്കെ ആ കർത്താവ് യേശു മിശിഹായോട് കൂടി സഹവസിക്കാനായിട്ട് എപ്പോഴും സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന ക്ലേശങ്ങൾ ലഘുവായിട്ട് കണക്കാക്കപ്പെടും. രണ്ടാമതായിട്ട് ജീവിതങ്ങളിൽ വരുന്ന പ്രലോഭനങ്ങളെ വെറുത്തുപേക്ഷിക്കാനും ചെറുത്തു തോൽപ്പിക്കാനും നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് ദൈവികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ പൂരിതമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിദ്രാവിവശരായിരുന്നിട്ടും അവർ ദൈവസന്നിധിയിൽ കർത്താവ് യേശു മിശിഹായോട് കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് ഉണർന്നിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. പ്രിയപ്പെട്ടവരെ, തങ്ങൾക്ക് ലഭിച്ച ആ വിളിയുടെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവരതിൽ ബോധവാന്മാരായിരുന്നു എന്നുള്ളതാണ്. 12 പേരുണ്ടായിരുന്നിട്ടും തങ്ങൾക്ക് 3 പേർക്കാണ് ആ വലിയ മഹത്തായ ഭാഗ്യം സിദ്ധിച്ചതെന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നതുകൊണ്ടാണ് നിദ്രാവിവശമായിരുന്നിട്ടും കർത്താവ് യേശു മിശിഹായോട് കൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആ ശിഷ്യന്മാർക്ക് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവമഹത്വം ദർശിക്കാനായിട്ട്, ദൈവകരസ്പർശം ഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കർത്താവ് യേശു മിശിഹായുടെ സന്നിധിയിൽ നമ്മളായിരിക്കുന്ന വിധത്തിൽ നമുക്കൊക്കെ വിട്ടു നൽകാനായിട്ട് പരിശ്രമിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാനിരതരായി എളിമയോടെ, ഏകാഗ്രതയോടെ അനുദിനം വ്യാപരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.